I request the Honorable Chief Minister of Telangana, our beloved leader, the dynamic young leader of Telangana, and the upcoming leader of nationwide leader, Mr. our Honorable Chief Minister, to address and inaugurate this function, and I appeal to him to deliver his speech. Necessary translation. Okay. Brothers and sisters of Wayanad and farmers family meet of Wayanad, I wanted to thank you, all of you. ആദ്യം തന്നെ ഈ കൊച്ചു ഗ്രാമത്തിൽ വയനാട്ടിൽ നമ്മുടെ ഈ കർഷക കുടുംബ സംഗമത്തിന് കടന്നു വന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I love to come to hear your Rahul Gandhi family members. I wanted to see you. I wanted to appreciate you. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് ഏറെ ഇഷ്ടമാണ്. And I wanted to appreciate Kerala people. Kerala people are amazing. ഞാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെപ്പോഴും അത്ഭുതം കാണിക്കുന്നവരാണ്. Kerala people are hard-working and intelligent people. കേരളത്തിലെ ജനത എല്ലായ്പ്പോഴും കഠിനമായ പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അവരെല്ലാ സന്ദർഭങ്ങളിലും എല്ലാവരെയും ഇണക്കി ചേർക്കുന്നവരുമാണ്. Because of your hard work and intelligence, Dubai, Abu Dhabi, Middle East countries are flourishing like anything. നിങ്ങളുടെ ഈ കഠിനാധ്വാനം കൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള മധ്യപൗരസ്ത്യ ദേശങ്ങളിലുള്ള ദുബൈ ആണെങ്കിലും അബുദാബി ആണെങ്കിലും വിവിധ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് മലയാളികളുടെ വലിയമായിട്ടുള്ള കഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. Whenever I am in Dubai, I used to speak to Malayali brothers and sisters. മലയാളികളായ സഹോദരി സഹോദരന്മാരെ ഞാൻ ദുബൈയിൽ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ പതിവായി കാണാനും സംസാരിക്കാറുമുണ്ട്. But I'm sorry to say, your hard work, your intelligence is developing Dubai, Abu Dhabi, Middle East countries, but not your Kerala. ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ അന്യരാജ്യത്ത് വലിയ രീതിയിൽ നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ കഴിവുകളും ഉപയോഗപ്പെടുത്തി ആ രാജ്യമൊക്കെ വളരാൻ വലിയ രീതിയിൽ നിങ്ങളുടെ ഇടപെടൽ സഹായിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഈ കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് ഏറെ ദുഃഖമുണ്ട്. The reason is not Kerala people. The reason is Left Democratic Front. അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളല്ല. അതിന്റെ യഥാർത്ഥ കാരണം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. The reason is Left Democratic Front. Pinarayi Vijayan corruption, his family corruption,
and he is not okay. Because of Pinarayi Vijayan corruption and his family corruption, nowadays I am seeing that Pinarayi Vijayan daughter also in corruption charges. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം ജനങ്ങളെ പരിപോഷിപ്പിക്കാൻ ഒരു ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും, അത് സാധിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിയും പിണറായിയുടെ കുടുംബത്തിന്റെ വേണ്ടപ്പെട്ടവരുടെ അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. I was surprised. Pinarayi and Pinarayi family is involved in gold smuggling and other things. How come? ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും സ്വർണ്ണ കള്ളക്കടത്തടക്കമുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും എന്നുള്ളതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. He is having ED and income tax cases, but Narendra Modi is not initiating action against your Pinarayi. യഥാർത്ഥത്തിൽ രാജ്യവ്യാപകമായി നിരപരാധികൾക്കെതിരെ പോലും ഇഡിയും ആദായ നികുതിയും ഒക്കെ ഓരോ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പിന്തുടരുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവിടെ തടവിലാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരക്ഷിതനായി മോഡിയുടെ കീഴിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. അന്തർധാര അതെന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. Why? Because he has settled with Narendra Modi. He is not asking your fundamental rights. He is not demanding funds from Government of India to Kerala state government. ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നതിൽ ഈ സർക്കാർ പല സന്ദർഭങ്ങളിലും പരാജയപ്പെടുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഈ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മോഡിയോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ കേരളത്തിന്റെ ഭരണകൂടത്തിന് സാധിക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകളാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. Whatever state legitimate right is there, we have to fight for that right. ജനങ്ങളുടെ മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അനിവാര്യമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോഴുള്ളത്. Jharkhand Chief Minister Hemant Soren, Delhi Chief Minister Kejriwal, Karnataka Chief Minister Siddaramaiah and myself, we are fighting for our rights and our state funds. യഥാർത്ഥത്തിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറൻജിയും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും തെലങ്കാന മുഖ്യമന്ത്രിയായ ഞാനുമൊക്കെ അതാത് സ്റ്റേറ്റുകളുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ജനങ്ങളുടെ പദ്ധതികളും പരിപാടികളും പൂർത്തീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. The only one chief minister, that is Kerala Chief Minister Pinarayi Vijayan, is not fighting for your funds or your fundamental rights. ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തോട് കലഹിക്കാത്തതും ശബ്ദിക്കാത്തതും ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. ആ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. He looks like CPM leader, CPM Chief Minister. He looks like communist leader. അദ്ദേഹം പ്രവർത്തിക്കുന്നതും കാണപ്പെടുന്നതും കേവലം ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറായും
ഒരു CPIM പ്രവർത്തകനായുമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും. But he is not communist, he is a communalist, he is supporting Narendra Modi. That is how you are losing your fundamental rights and your state funds. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ അല്ല. സമയാസമയം തരാതരം പോലെ കമ്മ്യൂണലായിട്ടുള്ള അജണ്ടകൾ, സാമുദായിക വർഗീയ ചേരിതിരിവുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. I wanted to quote one issue here. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. Recent past days, you know what is happening in Manipur. ഈ കഴിഞ്ഞ സന്ദർഭത്തിൽ മണിപ്പൂരിൽ സംഭവിച്ചതായ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാം. There was a big clash between two sections of people. സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ളതായ സംഘർഷമുണ്ടായി. But BJP is trying to portray the fight between two tribals. യഥാർത്ഥത്തിൽ BJP അതിനെ കാണാൻ, കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ളതായ, ട്രൈബൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ളതായ പോരാട്ടമായി വിവക്ഷിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. Which is not correct. The fight against Christians. BJP is trying to marginalize, BJP is trying to finish Christian population in Manipur. യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ സംഭവിച്ചത് കുക്കികളും മെയ്തേകളും തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. യഥാർത്ഥത്തിൽ അതിന്റെ മറവിൽ ഭാരതീയ ജനതാ പാർട്ടി ക്രൈസ്തവ സഹോദരന്മാരെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ഹിഡൻ അജണ്ടയാണ് അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമം നടത്തിയത്. In this attack, thousands of Christians died with BJP workers' hand. ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ BJP ഗുണ്ടകളുടെ, BJP ക്രിമിനലുകളുടെ, അവർ നേതൃത്വം കൊടുക്കുന്ന, സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കൈപ്പിടിയിൽ അമർന്ന് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. Now country has to understand what is happening in the country. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ എന്താണ് നേരിടുന്നത് എന്നുള്ള ഗൗരവതരമായ കാര്യം രാജ്യവും ഓരോ പൗരനും സമൂഹവും മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. Manipur Union Home Minister or Prime Minister not visited, but our Rahul Gandhi, your family member, your representative, your parliament member has visited Manipur and he has consoled every affected family. മണിപ്പൂർ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോ, മണിപ്പൂരിൽ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് പോകാൻ തുനിഞ്ഞില്ല. ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അവിടേക്ക് പോയില്ല. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് സമാധാനമുണ്ടാക്കേണ്ടവർ അവിടെ കയ്യും കെട്ടി നോക്കി നിന്നപ്പോ ആ മണിപ്പൂരിന്റെ കലാപബാധിത മേഖലകളിലേക്ക് ശാന്തിയുടെ അവധൂതനായി കടന്നു വന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്തത് നിങ്ങളുടെ രാഹുലാണ് എന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. That is what Congress commitment, that is what Rahul Gandhi commitment. അതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രതിബദ്ധതയും പ്രഖ്യാപനവും, രാജ്യത്തെ ജനങ്ങളോടുള്ള പ്രഖ്യാപനവും പ്രതിബദ്ധതയും. Now I wanted to ask one question. Who is LDF candidate? Who is Pinarayi and Narendra Modi candidate? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു. ആരാണ് പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി? ആരാണ് LDFന്റെ സ്ഥാനാർത്ഥി? Here I have seen all posters and other things. Anai Raja, she is a LDF candidate
But Pinarayi is not supporting that candidate. Pinarayi is a secret deal with Narendra Modi. He is supporting Surendran. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പലയിടങ്ങളിലായി ഞാൻ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അടിയിലൂടെ അന്തർധാരയിലൂടെ BJP സ്ഥാനാർത്ഥി സുരേന്ദ്രനെ അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ലഭ്യമാകുന്ന കാര്യം. Pinarayi Vijayan is cheating his own party, cheating his own state people. യഥാർത്ഥത്തിൽ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെയും സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരെയുമാണ്. When the person is not loyal to his party or his people, how come you are going to support Pinarayi Vijayan? സ്വന്തം പാർട്ടിയിലെയും സ്വന്തം സംസ്ഥാനത്തെയും ജനങ്ങളെ ഈ രീതിയിൽ വഞ്ചിക്കുന്നതായ ഒരാൾക്ക് പിറകിൽ എങ്ങനെ നമുക്ക് അണിനിരക്കാൻ പറ്റും? അദ്ദേഹം പറയുന്നതായ ആൾക്ക് എങ്ങനെ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റും? So I am requesting Wayanad people, Kerala people, before going to vote, think twice. Pinarayi Vijayan is having a secret deal with Narendra Modi. Why? Because he is having ED income tax cases, corruption charges. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോകുമ്പോ നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിങ്ങളുടെ വിരലുകൾ അമർത്താൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ 2 വട്ടം നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഡിയും ആദായ നികുതി കേസുകളുമൊക്കെ നേരിടുന്നതായ പിണറായി വിജയൻ BJPയുമായി കൃത്യമായ അന്തർധാര പുലർത്തി പോരുകയാണ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ. As long as ED income tax cases are there, Pinarayi Vijayan is not going to work with left Democratic Front candidate. യഥാർത്ഥത്തിൽ ഇഡിയും ആദായ നികുതിയുടെയും കേസുകളും അന്വേഷണങ്ങളും ഉള്ള കാലത്തോളം അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. Now Kerala people has to take a call. Last time UDF has got 19 seats out of 20. ഈ കേരളക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് അഭിമാനകരമായിട്ടുള്ള വിജയം UDFന് ഈ കേരളത്തിലുണ്ടായി. 20 പാർലമെന്റ് സീറ്റുകളിൽ 19 എണ്ണവും ജയിക്കാൻ കഴിഞ്ഞതായ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ ഈ കേരളം. In Kerala there is a fight between LDF and UDF. Same formula we have adopted. Kerala is the role model for India Kutami. യഥാർത്ഥത്തിൽ കേരളത്തിൽ LDFും UDFും തമ്മിലുള്ള ഒരു വലിയ മത്സരം നടക്കുകയാണ്. ഈ മത്സരം പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഒരു വലിയതായിരിക്കുന്ന മത്സരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ. State level there is a fight between LDF and UDF. National level NDA versus India. കേരളത്തിൽ അത് LDFും UDFും തമ്മിലാണെങ്കിൽ ദേശീയ തലത്തിൽ അത് BJP നേതൃത്വം കൊടുക്കുന്ന NDAയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. I am telling you on record, you mark my words, June 4th is our election result. June 9th Rahul Gandhi is going to become an Indian Prime Minister. നിങ്ങൾ എന്റെ വാക്ക് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ എടുത്തുകൊള്ളുക. നിങ്ങൾ എന്റെ വാക്ക് അടിവരയിട്ടുകൊള്ളുക. നിങ്ങൾ എന്റെ വാക്ക് ഓർമ്മിച്ചുകൊള്ളുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
ജൂൺ മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ ജൂൺ 9-ാം തീയതിയോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായിരിക്കും എന്ന് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. This is not an election. This is not a fight. This is a war between two parivars. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് കേവലം ഒരു പോരാട്ടം മാത്രമല്ല, ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. In this war, Narendra Modi parivar is EVMs, ED, income tax, CBI, Adani, Ambani is one side on behalf of Narendra Modi. ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തെ കുടുംബങ്ങൾ ആരൊക്കെയാണെന്ന് ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ EVM-ഉം ED-യും ആദായ നികുതിയും അദാനിയും CBI-യും അതുപോലെയുള്ളതായിരിക്കുന്ന ഈ രാജ്യത്തുള്ള കോർപ്പറേറ്റുകളും ചില സംവിധാനങ്ങളുമാണ് നരേന്ദ്രമോദിയുടെ കുടുംബം എന്നത്. The other side, India Parivar is Srimati Indira Gandhi, Sri Rajiv Gandhi, Srimati Sonia Gandhi, Sri Rahul Gandhi, Srimati Priyanka Gandhi, and Wayanad family members, the other family. ഇവരോട് ഏറ്റുമുട്ടുന്ന മറുഭാഗത്തുള്ള കുടുംബം, ആ കുടുംബം പാരമ്പര്യമുള്ളതായിരിക്കുന്ന കുടുംബമാണ്. ആ കുടുംബം രക്തസാക്ഷിത്വത്തിന്റെ അടിത്തറയുള്ള കുടുംബമാണ്. ആ കുടുംബം ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ആരംഭിക്കുന്നു. ആ കുടുംബം രാജീവ് ഗാന്ധിയിൽ നിന്ന് പടർന്നു പന്തലിക്കുന്നു. ആ കുടുംബം സോണിയാഗാന്ധിയിലൂടെ കടന്നു വരുന്നു. ആ കുടുംബം രാഹുൽ ഗാന്ധിയിലൂടെ, പ്രിയങ്ക ഗാന്ധിയിലൂടെ, ആ കുടുംബം വന്ന് ഈ വയനാട്ടിലും ആ കുടുംബം ഇന്ന് സർവവ്യാപിയായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Our parivar, Srimati Indira Gandhi, Sri Rajiv Gandhi, they have sacrificed their lives for the country. നമ്മുടെ കുടുംബത്തിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പവിത്രമായ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ നിലനിർത്താനുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിതർപ്പണത്തിൽ ബലിയർപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ധീര രക്തസാക്ഷികളാണ്. In our parivar, Srimati Sonia Gandhi, Sri Rahul Gandhi, 2004 to 2014, they have sacrificed Prime Minister and President of India post. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ അധികാരത്തിന്റെ പിറകെ പോയി അധികാരം വെട്ടിപ്പിടിക്കാൻ ഏത് കുൽസിത മാർഗങ്ങളും സ്വീകരിച്ചതായ ഒരു കുടുംബമല്ല. 2004-ലും 2014-ലും 2019-ലും പല സന്ദർഭങ്ങളിൽ അധികാരം മുഴുവൻ പല മേഖലകളിലും ഉള്ളം കൈയിലേക്ക് അതിനു മുമ്പ് കിട്ടിയ സന്ദർഭങ്ങളിലും അതെല്ലാം ത്യജിക്കാൻ നേതൃത്വം കൊടുത്ത സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ത്യജിക്കലിന്റെ പാരമ്പര്യമാണ് നമ്മുടെ കുടുംബത്തിനുള്ളത്. In 2014, Narendra Modi has started his career as a member of parliament in Varanasi. Sri Rahul Gandhi, he has decided to save the democracy. He wanted to give equal opportunity to every Adivasi, every tribal, every Dalit, every unemployed youth and woman. യഥാർത്ഥത്തിൽ മോഡി പാർലമെന്റിൽ തുടങ്ങുന്നത് 2014-ൽ വാരണാസിയിലെ MP ആയി തുടങ്ങിയ, നിങ്ങൾ ആലോചിക്കണം, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പാർശ്വവൽക്കരിക്കപ്പെട്ടതായ ഒരുപാട് ജനവിഭാഗങ്ങൾ, അവർ ആദിവാസികളാകട്ടെ, അവർ സ്ത്രീകളാകട്ടെ, അവർ കുട്ടികളാകട്ടെ, അവർ മറ്റുള്ളതായിരിക്കുന്ന വിഭാഗങ്ങളാകട്ടെ, അവരെയൊക്കെ സംരക്ഷിക്കാനും അവരെയൊക്കെ ചേർത്ത് നിർത്താനുമുള്ള ഒരു വലിയതായിരിക്കുന്ന ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്ത ധർമ്മമാണ് ശ്രീ രാഹുൽ ഗാന്ധി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. Because of that reason,
he has decided to contest from Wayanad. You have given 4 lakhs plus majority in 2019 election. 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നപ്പോ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഹൃദയ സമക്ഷം നിങ്ങൾ 4,32,000 വോട്ടുകൾ, അതിന്റെ മഹാഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആളുകളാണ് എന്റെ മുമ്പിലുള്ളത്. From Wayanad, I know you people are ready to vote Rahul Gandhi. I need not to campaign for Rahul Gandhi ji. ഈ വയനാട്ടിൽ ഞാൻ വന്ന് പ്രസംഗിക്കേണ്ട ആവശ്യകത രാഹുൽ ഗാന്ധിക്ക് വിജയിപ്പിക്കാൻ, മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ, നിങ്ങൾ വിജയിപ്പിക്കാൻ തീരുമാനിച്ചവരാണ്. നിങ്ങളോട് ഞാൻ തെലങ്കാനയിൽ നിന്ന് വന്നുകൊണ്ട് പ്രത്യേകം വോട്ടഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. But I have come from Telangana. I wanted to see Wayanad people, how these people are welcoming Rahul Gandhi. Your family always used to say, Wayanad is my hometown, my home. യഥാർത്ഥത്തിൽ ഞാൻ തെലങ്കാനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വയനാട്ടുകാരുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിക്കുന്നത് എന്നുള്ളതും നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും, സ്വന്തം കുടുംബം, സ്വന്തം ആളുകൾ, എന്റെ സ്വന്തം പ്രദേശം എന്ന് രാഹുൽ ഗാന്ധി എല്ലാ സന്ദർഭത്തിലും പറയുന്ന ഈ വയനാട്ടിൽ ഒന്ന് വന്ന് നേരിട്ടൊന്ന് കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. Actually, I have requested Rahul Gandhi. Sometime I forced to contest from Telangana, Rahul Gandhi, but he has refused to contest from Telangana. He wanted to contest from Wayanad. ഞാൻ നിങ്ങളോട് ഇനി ഒരു കാര്യം പറയാം. രാഹുൽ ഗാന്ധിയോട് ഞാനൊരു കാര്യം പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ തെലങ്കാനയിൽ നിന്ന് മത്സരിക്കേണ്ടി വരും. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. അതിന് വലിയതായിരിക്കുന്ന പ്രാധാന്യം ആ സംസ്ഥാനത്ത് കിട്ടും. വളരെ വിനീതമായി ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യകാരണ സഹിതം പറഞ്ഞപ്പോ എന്റെ വയനാട് എന്ന് പറഞ്ഞ് അത് നിരസിക്കുകയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി ചെയ്തത്. My only request is that last time Rahul Gandhi has got 65% of the vote. എന്റെ ഏക അഭ്യർത്ഥന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 65% വോട്ടും കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്കാണ്. Now this time I wanted to request that please vote for Rahul Gandhi more than 75% of the polling vote. ഞാൻ നിങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് പോൾ ചെയ്യുന്ന വോട്ടിന്റെ 75%-ലധികം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. This is not fight between Pinarayi Vijayan or Rahul Gandhi. ഇത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളതായ മത്സരമല്ല ഇവിടെ നടക്കുന്നത്. Pinarayi Vijayan boss is Narendra Modi. We are fighting against Narendra Modi. യഥാർത്ഥത്തിൽ നടക്കുന്നത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ആ പോരാട്ടത്തിൽ പിണറായി വിജയൻ ഒരു ഘടകമേ അല്ല എന്നുള്ളതും പ്രത്യേകം പറയുന്നു. Now the fight is between Varanasi versus Wayanad. ഈ യുദ്ധം വാരണാസിയും വയനാടും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധമാണ്. അവിടെ മത്സരിക്കുന്നത് മോഡിയാണ്, ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. You are not going to vote only member of parliament. You are going to vote Prime Minister of India from Wayanad. നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ കേവലം ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതും വോട്ട് അഭ്യർത്ഥിക്കുന്നതും എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ കരുതണം. Narendra Modi, NDA has to finish Wayanad people.
യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയും അതേ നേതൃത്വം കൊടുക്കുന്ന NDA-യെയും നമുക്ക് ഇന്ത്യ രാജ്യത്ത് സമ്പൂർണമായി പരാജയപ്പെടുത്തണം. ആ പരാജയപ്പെടുത്തതിന്റെ അടിത്തറയും ഉരകക്കല്ലും ഈ വയനാടാണ്. Are you ready to support Rahul Gandhi ji? Are you going to vote more than 75% vote of Wayanad? Are you ready? Are you ready? I am asking my sisters, are you ready? Then whoever is ready, please raise a hand. എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തണം. രാഹുൽ ഗാന്ധിക്ക് പിന്തുണയർപ്പിച്ച് 75%-ലധികം വോട്ട് നൽകി മഹാഭൂരിപക്ഷത്തിന് ജയിപ്പിക്കും എന്ന് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. I wanted to give one slogan, please chorus with me. Jai Congress! Jai Congress! Jai Congress! Jai Congress! Vote for 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 Congress! I will say vote for Rahul ji. Yeah. Vote for Rahul Gandhi! Vote for Rahul Gandhi! Vote for Rahul Gandhi! Vote for Rahul Gandhi! Thank you. പ്രത്യേകം നിങ്ങളോട് നന്ദി പറയുന്നു. തീർത്താൽ തീരാത്തതായ നന്ദിയും കടപ്പാടും രേവന്ത് അണ്ണനോട് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ വയനാട് ജനതയ്ക്കും വേണ്ടി ഇപ്പൊ പ്രത്യേകം അർപ്പിക്കുകയാണ്. കൈയടിച്ച് അദ്ദേഹത്തോട് നന്ദി പറയണം. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയെ ഹാരാർപ്പണം ചെയ്യുകയാണ്. ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ CC തങ്കച്ചൻ, CK ഇബ്രാഹിം, V അബ്ദുൽ നാസർ, കോർഡിനേറ്റർ V അബ്ദുൽ നാസർ. നമുക്ക് ഈ സൗകര്യം ചെയ്തു തന്ന ശ്രീ പാപ്പച്ചൻ, ശ്രീ അടുത്തതായി ശ്രീ VM ഷാജു വല്ലാട്ട്. കഴിഞ്ഞോ? അങ്ങ് വിളിച്ചൂടെ ബാക്കിയായിട്ട് വിളിച്ചു ആരെ അവരുടെ